ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം. കണ്ണൂർ പുതിയ തെരുവിൽ യൂത്ത് ലീഗ് റോഡ് ഉപരോധിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. നിഖിൽ അളവൂർ ചേരുന്നു വിവരങ്ങളുമായി. നിഖിൽ, യൂത്ത് ലീഗിന്റെ പ്രതിഷേധ പ്രകടനം എപ്പോഴാണ് നടന്നത്? പ്രവർത്തകരെ പൂർണ്ണമായും റോഡിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടോ പോലീസ്? തീർച്ചയായും മുഴുവൻ പ്രവർത്തകരെയും ഇപ്പോൾ അവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റി കഴിഞ്ഞു. 11:15 ഇത്തരത്തിൽ പുതിയതൊരു സ്റ്റൈലോ കോർണറിൽ നിന്ന് ആരംഭിച്ച് വളപട്ടണം ജംഗ്ഷനിലേക്ക് ദേശീയപാതയിൽ ഇത്തരത്തിലുള്ള ഒരു ഉപരോധം എത്തിയത്. 5 മിനിറ്റോളം സമയം പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് കടക്കുകയായിരുന്നു. മുസ്ലിം യൂത്ത് ലീഗ് അഴീക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി വീണ ജോർജിനെതിരെ വിവിധ ഇടങ്ങളിൽ ഇന്നലെയും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും എല്ലാം തന്നെ പ്രതിഷേധങ്ങൾ തുടരുന്ന സാഹചര്യമാണ്. കണ്ണൂരിൽ നാളെയും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തുടരുമെന്നതുകൂടിയുണ്ട്. നാളെ BJPയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു പ്രതിഷേധ പരിപാടിയാണ് അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഏതായാലും വിഷയത്തിൽ പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ മന്ത്രിയുടെ രാജി വരെ സമരം എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധങ്ങൾ ജില്ലയിൽ തുടരുകയുമാണ്. നിഖിൽ അളവൂരാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.